ഹായ് ഫ്രണ്ട്സ്, ഈ എപ്പിസോഡിൽ ലളിതചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ 12-ാം തീയതി 2024 സെപ്റ്റംബർ വ്യാഴാഴ്ച മലയാള മനോരമ പത്രത്തിൽ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. മനുഷ്യർ തോൽക്കുമോ എന്നും പറഞ്ഞൊരു ആർട്ടിക്കിൾ. AI പേടിക്ക് സമയമായിട്ടില്ല. രാഹുൽ പണിക്കർ അദ്ദേഹത്തോട് ചോദിച്ചു, AI ഭാവിയിൽ മനുഷ്യനെ കീഴടക്കുമോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നത്, ഭാവിയിലേക്ക് ഇനിയും ഒരുപാട് ദൂരമുണ്ട്. വിദൂര ഭാവിയിൽ പല സാധ്യതകൾ കൽപ്പിക്കപ്പെടാമെങ്കിലും നമ്മുടെ ജീവിതകാലത്ത് അത് സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിൻ്റെ അർത്ഥമെന്താണ്? ഇനി സംഭവിക്കാം, അല്ലേ? അപ്പോൾ ഇനി സംഭവിക്കാം എന്ന് പറയുമ്പം ഭാവിയിലേക്ക് നമ്മുടെ ജീവിതകാലത്ത് സംഭവിക്കുകയില്ല. നമ്മൾ എത്ര നാൾ ജീവിക്കും? 60, 70, 80, 90? എത്ര നാൾ ജീവിച്ചാലും നമ്മൾ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക്, ഒരു മനുഷ്യജീവി എന്ന നിലയ്ക്ക് അവന് റീപ്രൊഡക്ഷനുണ്ട്. അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, നോർമൽ കേസിൽ സാധാരണ മനുഷ്യർ സ്നേഹിക്കുന്നത് തൻ്റെ കുഞ്ഞുങ്ങളെയാണ്, അടുത്ത തലമുറയെയാണ്. അങ്ങനെയാണ് വേണ്ടത്. കാരണം നമ്മൾ ചീഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളവാകുക വേണ്ടത്. അങ്ങനെയാണ് ജീവിതം പോകേണ്ടത്. ഏതായാലും നമുക്ക് പേടിക്കേണ്ട, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പേടിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. വളരെ നല്ലതാണല്ലോ, സമാധാനമായിട്ട് ചാകാമല്ലോ, അല്ലേ? ഓക്കെ, അടുത്തത് നമുക്കൊന്ന് നോക്കാം. സാങ്കേതിക വിദ്യയുടെ ദോഷഫലങ്ങളെ ലോകമെന്നും ഫലപ്രദമായി നേരിട്ടിട്ടുണ്ട്. ഫലപ്രദമായി നേരിട്ടത് ഏതൊക്കെയാണെന്ന് അദ്ദേഹം ഇനി പറയാൻ പോവാണേ. അണുബോംബ് ഇവിടെ കൊണ്ടിട്ടു, നാഗസാക്കിയിലും ഹിരോഷിമയിലും കൊണ്ടിട്ടിട്ട് എന്ത് നേരിടട്ടെ, അവിടെയുള്ള മനുഷ്യരനുഭവിച്ച് തീർക്കുക ചെയ്ത്. ഇവനെന്നെ വിവരമില്ല, ഇവൻ ഇവിടുത്തെ മേധാവിയായവൻ? ഏതാണ്ട് ഇതിലെ ഗൂഗിളിലെ അവിടെയുള്ളവരങ്ങനെ പറയുള്ളൂ. മനസ്സിലായില്ല? അവന് കാശ് കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. അവന് ചന്ദ്രനിലോട്ട് പോകാമെന്ന അവൻ്റെ വിചാരം. അവൻ്റെ പിള്ളേരും അവനും കൂടെ ചന്ദ്രനിലോട്ട് പോകും. പിന്നെയുള്ളത് ഓസോൺ പാളിയിലെ ദ്വാരം എവിടെ നശിപ്പിച്ചു? ഓസോൺ പാളിയിലെ ദ്വാരം ഉണ്ടാക്കിയിട്ട് മനുഷ്യനൊരിക്കലും അത് നിർത്തിയിട്ടില്ല. അതൊരു ചെയിൻ റിയാക്ഷൻ. അതായത് ഒരു റിയാക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ പ്രകൃതി തീരുമാനിക്കണം അത് എപ്പോൾ നിൽക്കണമെന്ന്. ഈ ചെയിൻ റിയാക്ഷൻസിനെ പറ്റി ലളിതമായിട്ട് പറഞ്ഞുതരാം. 2 വസ്തുക്കൾ തമ്മിൽ ചേരുമ്പം വേറൊരു വസ്തു ഉണ്ടാകും. ഇത് നോർമൽ റിയാക്ഷൻ. പക്ഷേ 2 വസ്തുക്കൾ തമ്മിൽ ചേരുമ്പം 2 പ്രോഡക്ട്സ് ഉണ്ടാവാം. അതിലേതെങ്കിലും ഒരെണ്ണം അറ്റ് എ ടൈം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ 2 എണ്ണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ പ്രോഡക്ട്സിനെ നമ്മൾ 3, 4 എന്ന് വിളിക്കുകയാണെന്നിരിക്കട്ടെ. 3ാമത്തെ പ്രോഡക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ റിയാക്ഷൻ കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും. 4ാമത്തെ പ്രോഡക്റ്റാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ബൈ ചാൻസ് അതും ഉണ്ടാവാം. 4ാമത്തേതുണ്ടായാൽ ആ റിയാക്ഷൻ അവിടെ നിൽക്കും. അപ്പോൾ ഈ ഓസോൺ പാളിക്ക് ഓട്ടയുണ്ടാക്കിയത് ഇങ്ങനെയുള്ള റിയാക്ഷനാണ്. അപ്പോൾ പ്രകൃതി തീരുമാനിക്കണം ആ റിയാക്ഷൻ എപ്പോൾ നിൽക്കണമെന്ന്. മനുഷ്യൻ ഏതാണ്ടങ്ങ് നിർത്തിയെന്നാണ് പറയുന്നത്. അടുത്തത് ജൈവായുധം. കോവിഡ് വൈറസ് അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങൾ ഇവന്മാരങ്ങ് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ജനം അനുഭവിച്ച് തീർക്കും. അതിന് ശേഷമല്ലേ ഇവർ ഈ റെമഡിയും കൊണ്ട് വരുന്നു എന്ന് പറയുന്നത്. അതും ചിലതിന് മാത്രം. പകുതിയും പ്രകൃതി തന്നെയാണ്. അടുത്ത ചോദ്യം അയാളോട് ചോദിച്ചിരിക്കുന്ന, വിവിധ മേഖലകളിൽ AI നടപ്പാക്കുമ്പോൾ പുലർത്തേണ്ട മുൻകരുതലുകൾ. AI എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കണം നിയന്ത്രണം. ഉദാഹരണത്തിന്, രാസവസ്തുക്കൾ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? രാസവസ്തുക്കൾ നമ്മൾ തിന്ന് തീർത്ത് ക്യാൻസറായിട്ടും പാർക്കിൻസൺസ് രോഗങ്ങളായിട്ടും കിഡ്നി രോഗങ്ങളായിട്ടും കരൾ രോഗങ്ങളായിട്ടും. എൻഡോസൾഫാൻ അയാൾ അറിഞ്ഞില്ല. അയാൾ ഗൂഗിളിനകത്ത് AC-കകത്തിരിക്കുമല്ലായിരുന്നോ? അയാൾ അറിഞ്ഞില്ല. ഇങ്ങനെയാണ് നമ്മൾ രാസവസ്തുക്കൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ രോഗികളായി മാറിക്കൊണ്ടിരിക്കുക. ആകെ മൊത്തത്തിൽ ലളിതചിന്തകൾ ഇത്രേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതുപോലുള്ള കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും ആ ദോഷങ്ങൾ ഉണ്ടാകുന്നത് ഈ നിസ്സാരമാക്കി കാണാതെ ആ ദോഷഫലങ്ങൾ ഉണ്ടാവാതെ നോക്കി നീ കണ്ടുപിടുത്തം കൊണ്ടുപോവാ. അതാണ്. അതായത് ഇപ്പോൾ എൻഡോസൾഫാൻ പ്രയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിട്ട് അതിനിട്ട് ഏതാണ്ട് പരിഹാരം ഉണ്ടാക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് ആ കുറേ മനുഷ്യരെ നമ്മൾ തൂത്തങ്ങോട്ട് കളയാതെ അങ്ങനെ ഒരു പ്രശ്നം അവർക്ക് ഉണ്ടാവാത്ത രീതിയിൽ നീ എൻഡോസൾഫാൻ കൊണ്ടുപോവാ. അങ്ങനൊരു എൻഡോസൾഫാൻ ഉണ്ടാക്കൂ. അതിന് പറ്റിയില്ലെങ്കിൽ അങ്ങനൊരു സാധനം നമുക്ക് ഉണ്ടാക്കണം. വേണ്ട. AI ഒക്കെ ഉണ്ടാക്കി വിട്ട് കഴിഞ്ഞ് പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം നിങ്ങൾക്ക് വലിയ ബുദ്ധിമാന്മാരല്ലേ, അകത്തിരുന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാകാം എന്ന് കണ്ടുപിടിച്ചിട്ട് ആ പ്രശ്നങ്ങൾക്ക് കൂടെ പരിഹാരം ആദ്യം ഉണ്ടാക്കിയിട്ട് ഇതുണ്ടാക്കി വിടൂ.
മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യേ. വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ടാക്കുന്നതിന് മുമ്പേ പ്രശ്നങ്ങൾ നിങ്ങൾ മുൻകൂട്ടി കണ്ടുണ്ടാക്കണം. അതിന് പറ്റിയില്ല അങ്ങനെ ഒരു സാധനം വേണ്ട. ഇനി ലളിത ചിന്തകൾ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. അതായത് 90s കമ്പ്യൂട്ടറിൽ ചെസ്സ് കളിക്കാൻ പറ്റുമായിരുന്നു. 90s അന്നത്തെ കമ്പ്യൂട്ടറിൻ്റെ ബലം നോക്കിക്കോണം, തീരെ ചെറുതാണ്. അന്ന് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയുന്നതൊന്നും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല അധികമൊന്നും. ജെയിംസ് കാമറൂണൊക്കെ കുറച്ച് പടങ്ങളൊക്കെ കൊണ്ടിരുന്നതല്ലാതെ ടെർമിനേറ്ററും അങ്ങനെയൊക്കെയുള്ള ചില പടങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സാധനത്തെപ്പറ്റി നമ്മൾ കേട്ടിട്ടുള്ളൂ. അല്ലാതെ ഒന്നും നമ്മൾ വലുതായിട്ടൊന്നും അങ്ങ് ഭയങ്കര അറിവൊന്നും ഇല്ലാത്ത കാലം. ഈ ചെസ്സ് നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ, കമ്പ്യൂട്ടറുമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. നമ്മൾ ആദ്യമൊക്കെ നമ്മളിതൊരു മെഷീനുമായിട്ടാണ് കളിക്കുന്നതെന്ന് നമുക്ക് തോന്നുള്ളൂ. പിന്നീട് നമ്മൾ ഓർക്കും ഇത് നമ്മളൊരു ഭയങ്കര ബുദ്ധിമാനുമായിട്ട് കളിക്കുകയാണെന്നേ നമുക്ക് തോന്നുള്ളൂ. ആ ലെവലിൽ അത് വരും. ഇതെങ്ങനെയാണ് ഈ മെഷീനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നതെന്ന് ഞാൻ ചുമ്മാ അന്വേഷിച്ചപ്പോഴത്തേക്കും ഞാൻ അറിഞ്ഞ സംഭവം ഇതാണ്. ഇപ്പം ഞാനൊരു മൂവ്മെൻറ്റ് വെച്ചു. അപ്പോൾ ആ മൂവ്മെൻറ്റിന് എഗൻസ്റ്റായിട്ട് ഈ ലോകത്തിലെ ഏറ്റവും നല്ല കളിക്കാർ അവരെല്ലാവരും കൂടെ കളിച്ചിരിക്കുന്ന ആ കളികൾ മുഴുവൻ, ആ മൂവ്മെൻറ്റ്സ് മുഴുവൻ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് ഈ കമ്പ്യൂട്ടർ ഡിസൈഡ് ചെയ്യും ഇപ്പം എൻ്റെ ഈ മൂവ്മെൻറ്റിന് എഗൻസ്റ്റായിട്ട് ഏതാണ് ബെസ്റ്റെന്ന്. കമ്പ്യൂട്ടർ വിൽ ഡിസൈഡ്. അവിടെയാണ് ഈ പ്രശ്നം. അന്നത്തേതാണെന്ന് ഓർക്കണം. അതിൽ ഞാൻ എന്നാ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 1-2 തവണ ഒരേ മൂവ്മെൻറ്റ് ഞാൻ പുറകോട്ടെടുത്തു, അൺഡു ചെയ്തു. അയ്യോ അബദ്ധമായി പോവല്ലോ, ചെക്ക്മേറ്റ് ആവുമല്ലോ എന്നും പറഞ്ഞ് ഞാൻ പുറകോട്ടെടുത്തു, അൺഡു ചെയ്ത് കഴിഞ്ഞപ്പം ഒരു സാധാരണ മെഷീനാണെങ്കിൽ അതേ മൂവ്മെൻറ്റ് ഞാൻ തിരിച്ചു വെക്കുമ്പം അവൻ ആ മുമ്പേ ചെയ്ത മൂവ്മെൻറ്റ് തന്നെയല്ലേ അവൻ മുമ്പോട്ട് വെക്കണ്ടേ. പക്ഷേ 2 തവണ ഞാൻ ചെയ്തപ്പം ആ മെഷീൻ അതേ മൂവ്മെൻറ്റ് മുമ്പോട്ട് വെച്ചു. 3-ാം തവണ അൺഡു ചെയ്തിട്ട് ഞാൻ അതേ മൂവ്മെൻറ്റ് വെച്ചപ്പം അവൻ വേറെ മൂവ്മെൻ്റ് എടുത്തു. ഇവിടാണ് പ്രശ്നം നമ്മൾ കാണേണ്ടത്. അതായത് അവൻ ഡിസിഷൻ മാറ്റുകയാണ് എന്ന് പറഞ്ഞാൽ അവൻ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് കറണ്ട് കയറി ഇറങ്ങുക എന്നുള്ളത് മനസ്സിലാക്കണം. പ്രോഗ്രാം ആക്കിയിരിക്കുക, ഡിസിഷൻസിനെ മാത്തമെറ്റിക്കലാക്കി പ്രോഗ്രാം ആക്കിയിരിക്കുക. അപ്പം അതിലൂടെ കറണ്ട് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ, ആ സർക്യൂട്ടിലൂടെ കറണ്ട് കയറിയാൽ ആ തീരുമാനം അവൻ എടുക്കുക. അപ്പോൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് വളരെ ശക്തി കൂടിയ സാധനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അതായത് ഒരു മെഷീനിൽ തന്നെ 1000-2000 മനുഷ്യരുടെ, അതായത് ഒരു മെഷീന് ഏകദേശം 2000 ആൾക്കാർ ചേർന്ന് 10 മണിക്കൂർ വർക്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നെങ്കിൽ ഏകദേശം 20,000 മനുഷ്യരുടെ ബുദ്ധിയും പ്രവൃത്തി ഫലവുമാണ് ആ തലയിലിരിക്കുന്നത്. ഈ മെഷീൻസിന് പെട്ടെന്ന് കറണ്ടിൻ്റെ സ്പീഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡിസിഷൻസ് എല്ലാം, ഇത്രയും ആൾക്കാരുടെ ആ എഫോർട്ട് അവന് സെക്കൻഡ്സിനുള്ളിൽ ചെയ്യാൻ പറ്റും. അത്രയും പവർഫുള്ളാണ്. അതിന് എഗെയിൻസ്റ്റായിട്ട് മനുഷ്യൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ 2000 പേരെ ഇൻറ്റു 10, ഏകദേശം 20,000 പേര് അവന് എഗെയിൻസ്റ്റായിട്ട് അറ്റ് എ ടൈം ആലോചിച്ചാൽ മാത്രമേ അവനെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഈ സാധനങ്ങൾ വളരെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അത് കലാകാരന്മാർ കാണിച്ചിട്ടുണ്ട്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഒക്കെയുള്ള പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ വന്നിട്ടുണ്ട് ആ പടങ്ങൾ. അതൊന്നും ചുമ്മാതല്ല, കലാകാരന്മാർക്ക് കാണിച്ചു തരാനേ പറ്റുള്ളൂ. ചെയ്യേണ്ടതും അലേർട്ടായിട്ടിരിക്കേണ്ടതും നമ്മളാണ്. ഇതുകൊണ്ട് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ മെഷീൻസ് ഉപയോഗിച്ച് ചെയ്യാവുള്ളൂ. തീരുമാനങ്ങൾ, എൻ്റെ തല ചെയ്യേണ്ട കാര്യങ്ങൾ തല തന്നെ ചെയ്യുക. അതൊരിക്കലും ഒരു മെഷീനിലേക്ക് നമ്മൾ കൊടുക്കരുത്. കാരണം ഈ മെഷീൻസ് എല്ലാം ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡാണ്. ഏതെങ്കിലും ഒരു തവണ അതിൻ്റെ സർക്യൂട്ടിന് എന്തെങ്കിലും പ്രശ്നം പറ്റി ഒരു മെഷീൻ്റെ സർക്യൂട്ടിൽ മനുഷ്യരാശിക്ക് എഗെയിൻസ്റ്റായിട്ട് ചെയ്യാനായിട്ടുള്ളൊരു പ്രവൃത്തി തീരുമാനിക്കാനായിട്ടുള്ള സർക്യൂട്ട് ഓണായി പോയാൽ ആ മെഷീൻസ് മുഴുവൻ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ലോകത്തുള്ള കണക്റ്റഡായിട്ട് നിൽക്കുന്ന സകല മെഷീൻസും ആ തീരുമാനം എടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തടുത്തു നിർത്താൻ പറ്റുന്നതിന് മുമ്പേ ഇവിടെ നാശം വിതയ്ക്കും. സർവനാശം വിതച്ചതിന് ശേഷം പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ടുള്ള മുൻകരുതലുകൾ ആദ്യം എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ പട്ടിണി കിടക്കുന്ന മനുഷ്യരുള്ള നാട്ടിൽ നിന്ന് ചന്ദ്രനിലേക്ക് പോകാൻ കാശ് മുടക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ ചിന്തിക്കുന്നവർ ചിന്തിക്കട്ടെ. ഡെവലപ്മെൻറ്റ് മനുഷ്യന് വേണ്ടിയാവണം, മനുഷ്യൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാവരുത്. പുരോഗമനം മനുഷ്യന് വേണ്ടിയിട്ടായിരിക്കണം, മനുഷ്യൻ പുരോഗമനത്തിന് വേണ്ടിയിട്ടാവരുത്. എല്ലാ മനുഷ്യർക്കും കറക്റ്റായി ഭക്ഷണം കഴിക്കാൻ പറ്റണം, അവന് കയറിക്കിടക്കാൻ വീട് വേണം, അവന് ഉടുക്കാൻ നല്ല തുണി വേണം, ഇതിനൊക്കെ വേണ്ടി അവന് നല്ല ജോലി വേണം. ഇതൊക്കെ ചെയ്യേണ്ടത് പ്രകൃതിയെ നശിപ്പിച്ചല്ല, ഇരിക്കുന്ന കമ്പ് മുറിക്കരുത്.